കേന്ദ്ര സർക്കാർ അവഗണിച്ച റബ്ബർ കർഷകർക്ക് ആശ്വാസമായിരിക്കുകയാണ് സംസ്ഥാന ബജറ്റ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും റബ്ബർ വില സ്ഥിരതാ ഫണ്ടിൽ 10 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കർഷകരെ പരിഗണിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തിയ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് കേരള കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റബ്ബർ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ അവരെ സഹായിക്കുന്ന ഒരു പ്രഖ്യാപനവും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ റബ്ബറിന്റെ താങ്ങുവിലയിൽ 10 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക ഗവൺമെന്റ് കേരളത്തിലേതാണ്. കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത്. സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. രാജ്യത്ത് റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ള ഏക സംസ്ഥാനവും കേരളമാണ്. റബ്ബർ കർഷകരെ പരിഗണിച്ച സംസ്ഥാന ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നതായി കേരള കോൺഗ്രസ് എം വ്യക്തമാക്കി. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിക്കാണുമ്പോൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിൽ 1 കിലോ റബ്ബറിന് 145 മുതൽ 155 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ കർഷകർക്ക് 180 രൂപ സർക്കാർ സഹായത്തിലൂടെ ലഭിക്കുന്നത്. റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ചതിന് പുറമെ കോട്ടയത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന റബ്ബർ പാർക്കിന് 9 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതും റബ്ബർ കാർഷിക മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകും. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.